ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ ഡെയിലി മന്ന എന്ന ഈ പ്രോഗ്രാമിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന വാക്യം എബ്രായ ലേഖനം 3:14. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ വിശ്വാസം നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളണം. അങ്ങനെ വിശ്വാസത്തിൽ നിലനിന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തോട് കൂട്ടായ്മയുള്ളൂ. ക്രിസ്തുവിനോടുകൂടെ നാം പങ്കാളികളായി തീരണമെന്നുണ്ടെങ്കിൽ നാം കർത്താവിൻ്റെ ആ കരുണയാലെ നമുക്ക് ലഭിച്ച ഈ രക്ഷയിൽ നാം വിശ്വസിക്കണം. കർത്താവ് നമ്മെ രക്ഷിപ്പാനായി കാൽവറിയിൽ യാഗമായി തീർന്നു. നമുക്ക് രക്ഷ സൗജന്യമായി ലഭിച്ചിരിക്കുകയാണ്. ഈ സൗജന്യമായി ലഭിച്ചതുകൊണ്ട് അതിന് യാതൊരു വിലയുമില്ല എന്ന് ചിലർ കരുതിയേക്കാം. അപ്പം എൻ്റെ പ്രവൃത്തികളും കൊണ്ടും കൂടെ ഞാൻ അല്പമൊക്കെ നേടിയെടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നത് വളരെ ശൂന്യതയുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രവൃത്തികളാൽ നമുക്കൊന്നും നേടാൻ സാധ്യമല്ല. പിന്നെ നമുക്ക് നേടാവുന്ന ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് വിശ്വാസമാർഗമാണ്, കർമ്മമാർഗമല്ല. വിശ്വാസത്താലേ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിൽ നാം അന്ത്യത്തോളം നിലനിൽക്കണം. അന്ത്യത്തോളം നിലനിൽക്കുമ്പോഴാണ് നാം ക്രിസ്തുവിനോട് പങ്കാളികളായി തീരുന്നത്. അതായത് ദൈവത്തിൻ്റെ ആ സ്വർഗീയമായ അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ നിത്യജീവനിലേക്ക് നാം കടന്നു വരണമെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടത് നമ്മുടെ ഗുണം കൊണ്ടല്ല, കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി വില തന്നതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനകത്ത് അല്പം പോലും ആ വിശ്വാസത്തിനൊരു ചാഞ്ചല്യമുണ്ടാകരുത് എന്നുള്ള കാര്യമാണ് ഈ വാക്യത്തിൽ പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഉദാഹരണത്തിന് പത്രോസ് അപ്പോസ്തലൻ്റെ ആ കടലിൻ്റെ മുകളിൽ കൂടി നടക്കുന്ന ആ ഒരു സംഭവം എടുത്തു നോക്കാം. എന്താണ്? പത്രോസിന് വളരെ ഉത്സാഹം തോന്നി. കർത്താവേ, നീയാണെങ്കിൽ എനിക്കും കൂടെ ഈ വെള്ളത്തിൻ്റെ മീതെ ഒന്ന് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, വാ. അപ്പോൾ ഉടനെ തന്നെ ആ വാക്ക് കേട്ടുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുകയും ചെയ്തു. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വെള്ളത്തിൻ്റെ മുകളിലാണോ നടക്കുന്നത് എന്നൊരു ചിന്ത വന്നു. ആ ചിന്ത വന്നപ്പോൾ തനിക്ക് തൻ്റെ കാലുകൾ താഴുന്നതായിട്ട് അനുഭവപ്പെട്ടു. അതെന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, വിശ്വാസത്തിൽ നിലനിൽക്കാതെ അല്പമൊരു ചാഞ്ചല്യമുണ്ടായി. ഇത് തന്നെയാണ് നാമും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. എന്താണ്? നമ്മെ സൗജന്യമായി കർത്താവ് വിടുവിച്ചിരിക്കുകയാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ തൻ്റെ ജീവൻ്റെ വില കൊടുത്താണ് വീണ്ടെടുത്തത്. അപ്പോൾ ആ വീണ്ടെടുത്തത് നിമിത്തം ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പക്ഷേ നമ്മുടെ മനുഷ്യബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ ചിലപ്പോൾ വിഷമം. എന്തു വെച്ചാൽ, അയ്യോ, ഞാൻ ഇത്രയും വലിയ പാപമൊക്കെ ചെയ്തു പോയോ? ശരിക്കും ഞാൻ രക്ഷിക്കപ്പെട്ടോ? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഞാൻ അതൊന്നും ചെയ്തത് കൊണ്ട് എനിക്കൊരു ശിക്ഷാവിധിയുമില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ക്രൂശിനെ വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. കാരണം കർത്താവ് ഇത്ര വലിയ വില കൊടുത്തപ്പോൾ, ആ ക്രൂശിൽ തൻ്റെ ജീവനെ കൊടുത്തപ്പോൾ അതിൽ നാം വിശ്വസിക്കാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്രൂശിനെ നാം വ്യർത്ഥമാക്കുകയാണ് ചെയ്യുന്നത്. ക്രൂശിന് കൊടുക്കേണ്ടതായ വില നാം കൊടുക്കണം. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അത് നാം വിശ്വസിക്കണം. നാം കൃപയാലെയാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല. പ്രവൃത്തിയുണ്ടെങ്കിൽ കൃപയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പ്രവൃത്തികൾ വേണ്ടേ? ശരിയായിട്ടും നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ
ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുകയും ക്രിസ്തുവിൻ്റെ ആത്മാവിന് നാം വിധേയപ്പെട്ട് ജീവിക്കുകയും ചെയ്യും. അപ്പോൾ ജീവിക്കാനുള്ള ധൈര്യം, മുന്നോട്ട് പോകാനുള്ള ധൈര്യം നമുക്ക് ലഭിക്കുകയും നാം പാപത്തെ വെറുക്കുകയും ചെയ്യും. ഇതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പലയിടത്തും പറയുന്നത് അതാണ്, നമ്മുടെ പ്രത്യാശയിൽ നാം ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. ഇത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. എന്താണ് നാം ചെയ്യേണ്ടത്? സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിങ്ങൾ ഇളകാതെ നിൽക്കണം, അടിസ്ഥാനപ്പെട്ടവരായി നിൽക്കണം. അടിസ്ഥാനമുണ്ട്. നമുക്കൊരു വളരെ ശക്തിയുള്ള ഒരു അടിസ്ഥാനമാണ് നമുക്കുള്ളത്. ക്രിസ്തുവാകുന്ന പാറമേലാണ് നാം നിൽക്കുന്നതെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അപ്പോൾ നാം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിലകൊള്ളുകയും നാം അവൻ്റെ മുൻപിൽ നിൽക്കുകയും ചെയ്യും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ വിശ്വാസം മാത്രമാണ് ആധാരമായിരിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ പ്രവൃത്തികളല്ല. എന്നാൽ സൽപ്രവൃത്തികൾ നമ്മളിൽ നിന്നും പുറപ്പെട്ടു വരും. കാരണം നമ്മെ നടത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആണ് എന്ന് നാം മനസ്സിലാക്കണം. ധൈര്യപ്പെട്ടിരിക്കുക, സ്ഥിരതയോടെ ഇരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും കർത്താവിന്. ആമേൻ. പ്രൈസ് ദി ലോർഡ്.